പ്രിയപ്പെട്ട പ്രേക്ഷകരെ, GST എന്ന സമ്പ്രദായം, അതായത് രാജ്യത്തെ നികുതി ഘടനയിൽ അടക്കം വലിയ മാറ്റങ്ങൾ വരുത്തുകയും അങ്ങനെ ഒരു ഏകീകൃത നികുതി ഘടനയിലേക്ക് നമ്മുടെ രാജ്യം എത്തുകയും ചെയ്തിട്ട് ഇപ്പോൾ 9 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ 1-നായിരുന്നു GST നടപ്പിലാക്കിയിട്ട് 9 വർഷങ്ങൾ പിന്നിട്ടത്. 2017 ജൂലൈ 1-നായിരുന്നു രാജ്യത്ത് ഈ GST എന്ന നിലയിലുള്ള നികുതി ഘടന നടപ്പിലാക്കിയത് എന്നതാണ്. അതായത് GST പരിഷ്കരണത്തിലൂടെ ലക്ഷ്യം വെച്ചത് ഒരു രാജ്യം, ഒരു നികുതി, ഒരു വിപണി എന്ന നിലയിൽ ഉള്ള ഒരു പ്രവർത്തനം. അതായത് രാജ്യത്തെ ചരക്ക് നീക്കങ്ങൾ, ചരക്ക് സേവന നികുതികൾ എല്ലാം ഏകീകരിക്കുക എന്നതായിരുന്നു അതിലൂടെ ലക്ഷ്യം വെച്ചത്. അങ്ങനെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്താണ് ഈ നികുതി ഘടനയിലുണ്ടായ മാറ്റത്തിന് ശേഷം നമ്മുടെ രാജ്യത്തെ നികുതിയിൽ ഉണ്ടായിട്ടുള്ള വരുമാന മാറ്റങ്ങൾ എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് 2025-2026 സാമ്പത്തിക വർഷം റെക്കോർഡ് വരുമാനം ആണ് GSTയിൽ നേടാൻ സാധിച്ചത് എന്നതാണ്. 9 വർഷമായി GST നടപ്പിലാക്കിയിട്ട് എങ്കിൽ ആ 9 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ റെക്കോർഡ് വരുമാനം നേടാൻ സാധിച്ചത് 2025-2026 സാമ്പത്തിക വർഷത്തിലാണ്. 22.27 ലക്ഷം കോടി രൂപയാണ് GSTയിലൂടെ രാജ്യത്തിന് വരുമാനമായി ലഭിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ നിലയിൽ ആണ് നമ്മുടെ രാജ്യം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ പ്രതിമാസ വരുമാനത്തിലും വൻ കുതിപ്പാണ് ഉണ്ടാകുന്നത്. GST ഓരോ മാസവും ആണ് കണക്കാക്കുന്നത്. അങ്ങനെ കണക്കിലാക്കുമ്പോൾ 2026 ഏപ്രിൽ ആണ് ഇത്തരത്തിലൊരു റെക്കോർഡ് വരുമാനത്തിലേക്ക് പോയത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും അധികം GST വരുമാനം കേന്ദ്ര സർക്കാരിന് കണ്ടെത്താൻ സാധിച്ചത്. അത് 2.43 ലക്ഷം കോടി രൂപയായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി കേരളത്തെ സംബന്ധിച്ചിടത്തോളം GST സമ്പ്രദായത്തിലേക്ക് പോയപ്പോൾ ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടായ ഒരു സംസ്ഥാനം, ഏറ്റവും അധികം ആശങ്കയുണ്ടായ സംസ്ഥാനം എന്നത് കേരളമാണ് എന്ന് നമുക്കറിയാം. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കളാണ് നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ എങ്കിലും ഉൽപ്പന്നങ്ങളും നിർമ്മിതികളുമൊക്കെ നമ്മുടെ സംസ്ഥാനത്തിന് കുറവാണ് എന്നതുകൊണ്ടാണ് ഈ GST നടപ്പിലാക്കിയപ്പോൾ അതിനുള്ള നഷ്ടപരിഹാര തുക അടക്കം നൽകിയിരുന്നത്. ഇനി കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2025-26 സാമ്പത്തിക വർഷത്തിൽ 33,109 കോടി രൂപ ആണ് കേരളത്തിന് ലഭിച്ചിട്ടുള്ളത് എന്നതാണ് കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമുക്ക് ഈ GST നടപ്പിലാക്കിയതിന് ശേഷമുള്ള വളർച്ച എങ്ങനെയായിരുന്നു എന്നതുകൂടി വളരെ പെട്ടെന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം. 2017 ആണ് GST നടപ്പിലാക്കിയത്. 2017-18 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വരുമാനം എന്നത് കേവലം 7.19 ലക്ഷം കോടി രൂപ ആയിരുന്നു. അത് 2018-19 സാമ്പത്തിക വർഷത്തിലേക്ക് എത്തിയപ്പോൾ 11.77 ലക്ഷം കോടി. വലിയ മാറ്റമാണ് ഉണ്ടായത് എന്നത് നമുക്ക് മനസ്സിലാക്കാം. ഏതാണ്ട് 4 ലക്ഷം കോടി രൂപയുടെ മാറ്റം. പക്ഷേ 2019-20 കാലഘട്ടത്തിൽ ഗണ്യമായ വളർച്ച ഉണ്ടായില്ല. 12 ലക്ഷം കോടി. ഓർക്കുക, അത് കോവിഡിന്റെ കാലഘട്ടം കൂടിയായിരുന്നു. 2020-21 പോയപ്പോൾ നമ്മുടെ GST വരുമാനം കുറയുകയും ചെയ്തു. അതായത് കോവിഡ് കാലഘട്ടത്തിൽ 12 ലക്ഷം കോടിയിൽ നിന്ന് 11 ലക്ഷം കോടിയിലേക്ക് താഴ്ന്നു. അന്ന് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കപ്പെട്ടത് എങ്കിലും പിന്നീട് വിപണി കരകയറുന്ന ഒരു സാഹചര്യം ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 21-22 11 ആയിരുന്നുവെങ്കിൽ അത് 23-24 14 ലക്ഷത്തിലേക്ക് ഉയർന്നു. ഞെട്ടിക്കുന്ന വളർച്ചയുണ്ടായത് 23-24 സാമ്പത്തിക വർഷമാണ്. 14 നിന്ന് 18 എന്ന നിലയിലേക്ക് 18 ലക്ഷം കോടി രൂപയിലേക്ക് നമ്മുടെ GST വരുമാനം ഉയർന്നു. 2024-25 കാലഘട്ടത്തിൽ അത് 22 ലക്ഷം എന്നത് ആണ് എത്തി നിൽക്കുന്നത്. ഇപ്പോഴിതാ 2025-26 കാലഘട്ടത്തിൽ 22.27 ലക്ഷം. ഈ ഡേറ്റ കൂടി ഒന്ന് പ്രേക്ഷകരുമായി പ്രത്യേകം പറഞ്ഞു പോകേണ്ടത്. ഇതിനിടയിലായിരുന്നു പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം അടക്കം ഉണ്ടായത് എന്നതുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു സാഹചര്യത്തിലും നമ്മുടെ GST വരുമാനം റെക്കോർഡ് കുതിപ്പാണ് നടത്തിയിട്ടുള്ളത്. 22.27 ലക്ഷം കോടി രൂപ. ഇനി കേരളത്തിന്റെ വരുമാനവുമായി ബന്ധപ്പെട്ട കണക്കുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 2017 1200 കോടി രൂപയാണ് ലഭിച്ചത് എങ്കിൽ 2023-24 എത്തുമ്പോൾ അത് വലിയ വളർച്ച സംഭവിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് 30,000 എത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പിന്നീട് 24-25 കാലഘട്ടത്തിൽ 27,000 കോടിയിലേക്ക് ചുരുങ്ങി. ഈ സാമ്പത്തിക വർഷത്തിൽ അത് 33,000 കോടിയിലേക്ക് വീണ്ടും ഉയരുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ മാസം, അതായത് ഇപ്പോൾ ജൂലൈ 1-ാം തീയതി 9 വർഷം പൂർത്തിയാകുമ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഡേറ്റ എന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിലെയാണ്.
കഴിഞ്ഞ ജൂൺ മാസത്തിൽ 2025 വരുമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ റെക്കോർഡ് വർധനവ് ആണ് ഉണ്ടായിട്ടുള്ളത്. 14% വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. 2026 ജൂൺ മാസത്തിൽ നമ്മുടെ GST വരുമാനം എന്നത് 1.95 ലക്ഷം കോടി രൂപയാണ്. അതിൽ തന്നെ കേന്ദ്രത്തിന് 37,376 കോടി രൂപയാണ് വിഹിതമായി എടുക്കാൻ പറ്റുക. വിവിധ സംസ്ഥാനങ്ങൾക്ക് 45,116 കോടി രൂപ നൽകേണ്ടതായി വരും. ഇനി IGST, അതായത് ഒന്നിലധികം സംസ്ഥാനങ്ങളിലൂടെ നികുതി ഘടനയിൽ, അതായത് നികുതി ഈടാക്കുന്ന തരത്തിൽ ക്രയവിക്രയം ചെയ്യപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും, അതിനാണ് IGST ബാധകമാകുന്നത്. അവിടെ ഇതാ 52,282 കോടി രൂപയാണ് IGSTക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതായി വരുന്നത്. അങ്ങനെ 2025 ജൂണുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ 14% വർധനവ്. ഇനി 2025 ജൂൺ മാസത്തിൽ കേരളത്തിന് ലഭിച്ചിരുന്ന വിഹിതം എന്നത് 2,850 കോടിയായിരുന്നുവെങ്കിൽ 2026 ജൂണിലേക്ക് എത്തുമ്പോൾ അത് 3,159 കോടിയായി ഉയർന്നിരിക്കുന്നു. ഇത് ഒരു മാസത്തെ ഡേറ്റയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ഈ നിലയിലാണ് നമ്മുടെ രാജ്യത്തെ GST വർധനവുണ്ടായിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 9 വർഷത്തിനിടെ GSTയിൽ ഉണ്ടായിട്ടുള്ള വർധനവ് എന്നത് അത്രമേൽ ഞെട്ടിക്കുന്ന പുരോഗതി എന്ന് തന്നെ പറയാം. അതായത് GST ആരംഭിച്ചതിന് ശേഷമുള്ള വളർച്ച റെക്കോർഡ് വളർച്ചയിലേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ഉൾപ്പെടെ രാജ്യത്തിന് വലിയ തോതിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിലും GST കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഇപ്പോഴും കെട്ടുറപ്പോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.